നമസ്കാരം. പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും 2025 ഏപ്രിൽ മാസം 4-ാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുന്നതിനായിട്ട് വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മലയാള തീയതിയിൽ പറഞ്ഞാൽ 1200-ാം ആണ്ട് മീനമാസം 21-ാം തീയതിയാണ് വെള്ളിയാഴ്ച ദിവസം. ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ ചൈത്രമാസം 14-ാം തീയതിയാണ്. സൂര്യോദയ സമയം വെള്ളിയാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം തിരുവനന്തപുരം സമയം 6:21 രാവിലെ 6:21 സൂര്യോദയ സമയമായിട്ട് പറഞ്ഞിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ സൂര്യൻ ഉദിക്കുന്നുണ്ടോ, ഉദിച്ചുയരുന്നുണ്ടോ? നമ്മളങ്ങനെ പറയുന്നത് എങ്ങനെയാണ്? നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ്, സൂര്യൻ ഉദിക്കുന്നു എന്നാണ്. പക്ഷെങ്കിൽ സൂര്യൻ കറങ്ങുന്നില്ല, സഞ്ചരിക്കുന്നില്ല, യാത്ര ചെയ്യുന്നില്ല, എപ്പോഴും കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തീ ഗോളമാണ്. അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. പക്ഷേ അതുപോലെ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് സൂര്യൻ ഉദിച്ചുയരുന്നുണ്ടെന്നും അസ്തമിക്കുന്നുണ്ടെന്നും ഒക്കെ പറയുന്നു. പക്ഷേ സത്യത്തിൽ ഭൂമിയാണ് സഞ്ചരിക്കുന്നത്. ഭൂമി സഞ്ചരിക്കുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രതിഭാസം, സൂര്യോദയം സൂര്യാസ്തമയം എന്നുള്ള രണ്ട് പ്രതിഭാസങ്ങൾ നമുക്ക് നേരിടുന്നു. അപ്പോൾ അതാണ് ഇതിൻ്റെ സത്യം. പിന്നെ നമ്മൾ പറയുമ്പോൾ സൂര്യൻ ഉദിച്ച് ഉയർന്ന് ഇങ്ങനെ സഞ്ചരിച്ച് പടിഞ്ഞാറേ ചക്രവാളത്തിലൊക്കെ എത്തിച്ചേരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ പഠിപ്പിച്ച് വച്ചിരിക്കുന്നതുകൊണ്ട് നമ്മളങ്ങനെ പറയുകയാണ്. പക്ഷെങ്കിൽ ഭൂമി സൂര്യൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോഴാണ് നമ്മൾക്ക് സൂര്യപ്രകാശം തട്ടി പകലുണ്ടാകുന്നത്. പിന്നീട് ചന്ദ്രൻ്റെ നിഴൽ പതിക്കുമ്പോൾ ഇരുട്ടുണ്ടാകുന്നു. ചന്ദ്രൻ മാറുമ്പോൾ സൂര്യൻ്റെ പ്രകാശം നമുക്ക് ലഭിക്കുന്നു. ഇങ്ങനെയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്നതിനൊരു രസമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ ഇങ്ങനെ പറയുന്നത് കേൾക്കുന്ന പലർക്കും ഇഷ്ടപ്പെടുന്നില്ല. തൻ്റെ സാഹിത്യമൊക്കെ നിർത്തിടും എന്നൊക്കെ ചിലരൊക്കെ പറയുന്നത് കേൾക്കാം. അങ്ങനെയല്ല, മനുഷ്യൻ്റെ അങ്ങനെയാണല്ലോ. എല്ലാ കാര്യങ്ങളെയും ശരിയായ രീതിയിൽ അംഗീകരിക്കത്തില്ല. അത് പൊതുവേ മനുഷ്യൻ്റെ ഒരു വിഷയമാണ്. അപ്പം ഭൂമിയാണ് കറങ്ങുന്നതും സൂര്യൻ യാത്ര ചെയ്യുന്നൊന്നുമില്ല. പക്ഷേ നമ്മൾ പറയുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ പ്രകൃതിയിൽ സൂര്യോദയവും സൂര്യൻ്റെ അസ്തമയവും നമ്മൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് സത്യമായ കാര്യമാണ്. പക്ഷേങ്കിൽ അങ്ങനെ ഒരു കാര്യം നടക്കുന്നത് ഭൂമി കറങ്ങുന്നത് കൊണ്ടാണ്. സൂര്യനല്ലാതെ പൊങ്ങി വന്ന് പിന്നെ താന്നു പോകുന്നു, അങ്ങനെ പരിപാടിയൊന്നുമില്ല. ഓക്കെ. അപ്പോൾ പറയുമ്പോൾ ഞാനൊരു കേൾവിക്കാർക്കൊരു സുഖം തോന്നാൻ വേണ്ടി പറയുന്നു. തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ വെള്ളിയാഴ്ച ദിവസം രാവിലെ 6:21 സൂര്യദേവൻ തൻ്റെ സമ്പുഷ്ടമായ പ്രഭാതകിരണങ്ങൾ കൊണ്ട് ഉദിച്ചുയർന്ന് അതുപോലെ തന്നെ കിഴക്ക് വിട്ട് തെക്ക് വശത്തുകൂടി തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറേ ചക്രവാളം ലക്ഷ്യമാക്കി യാത്ര ചെയ്ത് സപ്തമി തിഥിയിൽ കൂടി യാത്ര ചെയ്ത് വൈകുന്നേരം 6:29 തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറേ ചക്രവാളത്തിൽ എത്തിച്ചേർന്ന് അവസാനിക്കുന്നു, അല്ലെങ്കിൽ അസ്തമിക്കുന്നു. അത് അങ്ങനെ തന്നെയാണ് ഇതിന് സംഭവം. കാരണം സൂര്യൻ കറങ്ങിപ്പോകുന്ന ദിക്ക് കിഴക്കുദിക്കുന്നു, തെക്ക് വശം വഴിയാണ് സഞ്ചരിക്കുന്നത്. ഒരിക്കലും വടക്ക് വശത്ത് സൂര്യദേവൻ കറങ്ങുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ പ്രകൃതിയിൽ എപ്പോഴും തെക്ക് വശത്താണ് സൂര്യപ്രകാശം കൂടുതൽ, അല്ലെങ്കിൽ കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഒരു വീട് നമ്മൾ വയ്ക്കുമ്പോൾ ആ വീടിൻ്റെ ദർശനം വടക്ക് വശത്താണെങ്കിൽ ആ വീട്ടിൽ വലിയ ചൂട് അനുഭവപ്പെടത്തില്ല. അതേസമയത്ത് ആ വീടിൻ്റെ ദർശനം തെക്ക് വശത്തുകൂടിയാണെങ്കിൽ, അല്പം തെക്ക് കിഴക്കോട്ടും കൂടിയാണെങ്കിൽ ഈ സൂര്യൻ്റെ ചൂട് കൊണ്ട് ആ വീടിൻ്റെ അവസ്ഥ ഭയങ്കര ചൂടായിരിക്കും. എന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ ഉള്ളിലെ അവസ്ഥ ചൂടായിരിക്കും. എപ്പോഴും ആവിയും ചൂടും പുകച്ചിലുമായിട്ട് ഇങ്ങനെ മനുഷ്യൻ ബുദ്ധിമുട്ട് അനുഭവിക്കും. അപ്പോൾ അതേ സമയത്ത് വടക്ക് വശത്തോട്ടാണ് ആ വീടിൻ്റെ ദർശനമെങ്കിൽ നോ പ്രോബ്ലം. ആ വീട്ടിലെപ്പോഴും ആ വീടിൻ്റെ പുറകുവശത്ത്, അതായത് ഭിത്തിപ്പുറത്താണ് ഈ സൂര്യൻ്റെ ചൂടടിക്കുന്നതും ആ വീടിനുള്ളിൽ വലിയ ചൂടൊന്നും അനുഭവപ്പെടാതെ നല്ല ഒരു കൂൾ എനർജി കിട്ടുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടാണ് സൂര്യദേവൻ തെക്കുവശത്തുകൂടി യാത്ര ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ തെക്കുവശത്തുകൂടി യാത്ര ചെയ്ത് പടിഞ്ഞാറേ ചക്രവാളത്തിൽ അസ്തമിക്കുന്നു. വൈകുന്നേരം 6:29 അസ്തമിക്കുന്നു. തുടർന്ന് ചന്ദ്രദേവൻ നിലാവുള്ള ഒരു രാത്രി, ഇനിയിപ്പോൾ നിലാവുള്ള രാത്രിയുമായിട്ടാണ് ചന്ദ്രദേവൻ കടന്നു വരുന്നത്. കാരണം അമാവാസി കഴിഞ്ഞ് ഇനി പൗർണമിയിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമുക്ക് നിലാവുള്ള ഒരു രാത്രിയാണ് ചന്ദ്രദേവൻ നൽകുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വെള്ളിയാഴ്ച ദിവസം രാവിലെ നമുക്ക് പ്രത്യക്ഷമാകുന്ന നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രമാണ് ഉദയാൽപരം നക്ഷത്രമായിട്ട് നമുക്ക് വന്നു ചേരുക. ഈ തിരുവാതിര നക്ഷത്രം 5:53 അതായത് വെള്ളിയാഴ്ച രാവിലെ
5:53 ഈ നക്ഷത്രം നമുക്ക് പ്രത്യക്ഷമാകും. ഈ നക്ഷത്രം അവസാനിക്കുന്നത് ശനിയാഴ്ച രാവിലെ 5:21 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ തിരുവാതിര നക്ഷത്ര ജാതകരാണ്. തിരുവാതിര നക്ഷത്രത്തിൻ്റെ സമയം, തിരുവാതിര നക്ഷത്രം ആരംഭിക്കുന്നത് വെള്ളിയാഴ്ച പുലർച്ചെ 5:53 ഈ നക്ഷത്രം അവസാനിക്കുന്നത് ശനിയാഴ്ച പുലർച്ചെ 5:21 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ തിരുവാതിര നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും നമ്മൾ ചിന്തിക്കുന്നത് തിരുവാതിര നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ തിരുവാതിര നക്ഷത്രപ്രകാരം വെള്ളിയാഴ്ച ദിവസം ചതയം, പൂരുരുട്ടാതി, കാർത്തിക, മകയിരം, അശ്വതി, ചിത്തിര, ചോതി ഇത്രയും നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇവരുടെ ജീവിതത്തിൽ സൗഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരും. അതിന് യാതൊരു മാറ്റവുമില്ല. എന്തായാലും അവർക്ക് നല്ല പോസിറ്റീവ് എനർജി ഉണ്ടാകുന്ന, സന്തോഷം ഉണ്ടാകുന്ന, മനസ്സിന് സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ തന്നെ വന്നു ചേരുമെന്നുള്ളത് സത്യമാണ്. അതുപോലെ തന്നെ ഈ തിരുവാതിര നക്ഷത്രപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ച് അറിയണം. ഏതൊക്കെ നാളുകാരാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അത് നമുക്ക് ചിന്തിക്കാം. രോഹിണി, രേവതി, ഭരണി, അനിഴം, തൃക്കേട്ട, തിരുവോണം, ഉത്രാടം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതാനുഭവങ്ങൾ വന്നു ചേരാം. ചെറിയ രീതിയിലാകട്ടെ വലിയ രീതിയിലാകട്ടെ പ്രതിസന്ധികൾ അവരിൽ വന്നു ചേരാം. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാം. തിക്താനുഭവങ്ങൾ വന്നു ചേരാം. മറ്റുള്ളവരുടെ നിന്ദയും പരിഹാസവും ഒക്കെ കേൾക്കാൻ ചിലപ്പോൾ സാധ്യത ഉണ്ടായേക്കാം. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പ്രതിസന്ധി വന്നു ചേരുവാൻ സാധ്യതയുണ്ട്, ദുഃഖിക്കുവാൻ സാധ്യതയുണ്ട്, കരയുവാൻ സാധ്യതയുണ്ട്. എന്നാലും എന്നോട് അങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല, അല്ലെ എൻ്റെ വീട്ടുകാരെക്കുറിച്ച് അങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ ഉള്ള ഒരു അനുഭവം, അത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. നമ്മൾ വിഷാദിക്കുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കഴിവതും പ്രശ്നങ്ങളിൽ പോയി അകപ്പെടാതെ സൂക്ഷിക്കുക. ചിലരൊക്കെ പറയും, എന്താ പ്രശ്നമാണ്, എന്നെ ആരും ഒന്നും ചെയ്യാനില്ല, എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പ്രശ്നവും വന്നു ചേരാനില്ല, എന്നെ അയാൾ ചെയ്യാമെന്നാൽ അന്നേരം അറിയാമെന്ന് പറയും. നമ്മൾ ചെയ്യാൻ വന്നാൽ അറിയാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പോക്കാം. കഴിവതും നമ്മൾ ഒഴിഞ്ഞു മാറുക. ഒഴിവെന്ന് പറയുന്ന ഒരു സംഭവം എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുക, പ്രശ്നങ്ങളിൽ അകപ്പെടാതെ ജീവിക്കുക. ഇപ്പോൾ എന്നെ എത്രയോ പേര് ഇടൂ പോടോ എന്നൊക്കെ വിളിക്കുന്നു. ഞാൻ ആരോടും ഒന്നും പറയാറില്ല. കാരണം അയാൾ വിളിച്ചിട്ട് അങ്ങ് പോകുന്നു. ഒത്തിരി പ്രാവശ്യം വിളിക്കുമ്പോൾ ഞാൻ അയാളെക്കുറിച്ച് ചിന്തിച്ച് കഴിയുമ്പോൾ അയാൾ പിന്നെ വിളിക്കത്തില്ല, അതെനിക്കറിയാം. 1-2 പ്രാവശ്യമൊക്കെ വിളിക്കും. പിന്നെ വിളിച്ചിട്ട് പിന്നെ സ്ഥിരമായിട്ട് വിളിക്കുമ്പോഴല്ലേ ഞാൻ ആ കാര്യം ശ്രദ്ധിക്കുന്നതും അതേക്കുറിച്ച് ആ ആൾ ആരാണ് വിളിച്ചതെന്നും അയാളുടെ അഡ്രസ്സൊക്കെ ഇന്നിപ്പം നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ, എല്ലാം പറ്റും. കമൻറ്റ് ബോക്സിൽ നിന്നൊക്കെ നമുക്കതെടുത്ത് അയാളുടെ വീട് എവിടെയാണെന്നുള്ളതും എല്ലാം കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. നമ്മൾ കണ്ടുപിടിച്ചിട്ട് പിന്നെ അയാളെ ഓർത്തു ഞാൻ പ്രാർത്ഥിക്കും. അത്ര തന്നെ. പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അയാൾ നിന്ന് പോവും. പിന്നെ അയാൾ വിളിക്കത്തില്ല. പുള്ളി വേറെ ഏതെങ്കിലും വലിയൊരു അനുഭവത്തിൽ കൂടി കടന്നു പോകുമ്പം പിന്നെ എന്നെ ഓർക്കാൻ പുള്ളിക്ക് സമയം കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം പുള്ളിക്കുണ്ടാകുമ്പം പുള്ളി അങ്ങ് പൊക്കോളും. അപ്പോൾ അതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രതിസന്ധികളിൽ നമ്മൾ പെടാതെ നോക്കുക. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകാതെ നോക്കുക. ഉള്ളതുകൊണ്ട് സന്തോഷമായിട്ട് കഴിഞ്ഞു പോവുക. ഞാൻ അങ്ങനെയാണ് പറയുന്നത്. ഉള്ളതുകൊണ്ട് സന്തോഷമായിട്ട് കടന്നു പോവുക, കഴിഞ്ഞു പോവുക. നമ്മുടെ ഈ ജീവിതം, ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്ന ഒരു യുദ്ധമാണ്. പല പ്രതിസന്ധികൾ വരും, പ്രശ്നങ്ങൾ വരും. ഇതിനെയൊക്കെ തരണം ചെയ്യുവാൻ നമ്മൾ മാനസികവും ശാരീരികവുമായിട്ടുള്ള യുദ്ധം ചെയ്താണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. യുദ്ധത്തിൽ ചിലപ്പോൾ പരാജയപ്പെടും, ചിലപ്പോൾ വിജയിക്കും. അങ്ങനെ യുദ്ധം നിത്യവും ചെയ്താണ് നമ്മളെല്ലാവരും ജീവിച്ച് കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ അവിടെ അനുകൂലം വരാം, വിജയമുണ്ടാകാം, ചിലപ്പോൾ പരാജയമുണ്ടാകാം, ചിലപ്പോൾ വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും മധ്യത്തിൽ കൂടി കടന്നു പോകും. സാധാരണ ഒരു അനുഭവമായിട്ട് പോകാം. അപ്പോൾ അതങ്ങനെയാണ് മനുഷ്യജീവിതം. അപ്പോൾ ഈ മനുഷ്യജീവിതത്തിൽ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കാതെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കുവാൻ നമുക്ക് കഴിയണം. അതിന് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കപ്പെടുത്തണം, നമ്മൾ തന്നെ ക്രമീകരിക്കണം. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു മെസ്സേജാണ് ഞാൻ എപ്പോഴും പറയുന്നത്. അല്ലാതെ നിങ്ങൾക്ക് നാളെ ഇല പറിച്ച് വെച്ച് കോടി ഉണ്ടാക്കാം, കടുക് വീട് മുഴുവൻ വിതറിയാൽ കോടി ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഉപ്പ് വാരി ചാക്കിനകത്ത് നിറച്ച് വെച്ചാൽ ഉണ്ടാക്കാം, ഇതൊക്കെ പറയുന്നതൊന്നും അതൊക്കെയാണ് ജനങ്ങൾക്ക് ആവശ്യമാണ്. ജനങ്ങൾ അങ്ങോട്ട് ഓടും. അത് ലോകത്തിൻ്റെ കിടപ്പ് അങ്ങനെയാണല്ലോ. ഈ സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന ഒരു ലോകത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ എങ്ങനെ സാമ്പത്തികം ഉണ്ടാകുന്നുള്ളൊരു വ്യഗ്രതയിലാണ് എല്ലാവരും. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അങ്ങോട്ട് ഓടും. അപ്പോൾ അതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു വിഷയമാണ്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ
ഈ നാളുകാർക്ക് അങ്ങനെ ഒരു ഓഫറൊക്കെ വന്നു ചേർന്നാൽ പോകരുത്, പ്രതിസന്ധി ഉണ്ടാകുമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് ഇപ്പം പ്രതികൂല നക്ഷത്രങ്ങളായ രോഹിണി, രേവതി, ഭരണി, അനിഴം, തൃക്കേട്ട, തിരുവോണം, ഉത്രാടം അവരോട് ആരെങ്കിലും നാളെ വന്ന് പറയുകയാണ്, നിങ്ങളൊരു ബാങ്കിൻ്റെ ഒരു പദ്ധതിയിൽ ചേര്, ആദ്യം 5000 രൂപ അടച്ചാൽ മതി, കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് 50,000 കിട്ടുമെന്ന് പറയുമ്പം പെട്ടെന്ന് ചാടി വീണ് 5000 എവിടുന്നേലും കടം മേടിച്ച് സ്വർണ്ണം പണയം വെച്ചോ കൊടുക്കും. 50,000 ഇല്ല, ചേർത്ത ആളും ഇല്ല, അത് പോയി. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതാണ് സൂക്ഷിക്കണമെന്ന് ഈ പറയുന്ന കാര്യം. നമ്മൾ പെട്ടെന്നൊന്നും ഇതിൻ്റെ വരുപരായികളെക്കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പോൾ അത് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പക്ഷം ഇങ്ങനെ മണി ചെയിൻ പോലെയുള്ള പദ്ധതികളൊക്കെ ആൾക്കാർ അവതരിപ്പിക്കുന്നുണ്ട്. വെറും 100 രൂപ കൊടുത്താൽ മതി, മണി ചെയിനിനകത്ത് ചേർന്ന് കഴിഞ്ഞാൽ മാസം 10,000 രൂപ കിട്ടും. അതെന്ത് സംഭവമാണ്? 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മാസം 10,000 രൂപ കിട്ടും. അപ്പോൾ എല്ലാവരും ചാടി വീഴും. 100 രൂപ അല്ല, പോയാൽ 100 രൂപ പോട്ടെ, പക്ഷേ 10,000 കിട്ടുമല്ലോ. 10,000 ആർക്ക് കിട്ടും? ഈ സംഭവം അവതരിപ്പിക്കുന്ന ആൾക്ക് കിട്ടും. ആ ആൾക്ക് മാസം 10,000 രൂപ കിട്ടും. പക്ഷേങ്കിൽ ഇവരുടെ 100 രൂപ പോയതിന് തുല്യം. ഇവരല്ലെങ്കിൽ പിന്നെ പറയും ഇവർ 3 പേരെ അവരുടെ അണ്ടറിൽ ചേർക്കണം. 3 പേരെ അങ്ങനെ അണ്ടറിൽ ചേർക്കുമ്പോൾ അവർക്ക് 10,000 പിന്നെ 15,000 ആയി അങ്ങനെ കയറി പോവാണ്. കുറേ നാൾ കഴിയുമ്പോൾ ഇതൊന്നും ഇല്ലാതാകും. ഇതൊക്കെയാണ് മണി ചെയിൻ പോലെയുള്ള തട്ടിപ്പുകളൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികളിലൊക്കെ ഈ നാളുകാർ ഓരോ ദിവസവും വീഴുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പ്രതിസന്ധികളിൽ അകപ്പെടാതെ ബുദ്ധിപൂർവ്വം ജീവിക്കണമെന്ന് പറയുന്നത്. അതിപ്പോൾ എത്ര ശമ്പളമുള്ളവരാകട്ടെ, എത്ര ഉയർന്ന പദവിയിലുള്ളവരാകട്ടെ, അവരെല്ലാം പ്രതിസന്ധികളിൽ വീഴുന്നുണ്ട്. പ്രതിസന്ധിക്ക് ഇങ്ങനെ പക്ഷാഭേദമൊന്നുമില്ല, ഇന്ന ആൾക്കാരൊന്നുമില്ല. അപ്പോൾ ഓക്കെ, ഇനി നമ്മൾക്ക് ബാക്കിയുള്ള നാളുകാരെക്കുറിച്ച് ചിന്തിച്ചാൽ സാധാരണ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കുമെന്ന് ജ്യോതിഷം പറയുന്നു. ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം വെള്ളിയാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം. വെള്ളിയാഴ്ച ദിവസം രാവിലെ 6:21 മുതൽ 7:51 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 9:21 മുതൽ 10:51 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 3:21 മുതൽ 5:21 വരെയുള്ള സമയം ശുഭസമയമാണ്. അതായത് വെള്ളിയാഴ്ച ദിവസ സമയങ്ങൾ ഒരു മാറി വരുന്നുണ്ട്. രാവിലെ മുതൽ 6:21 മുതൽ 7:51 വരെ നല്ല സമയം. പിന്നീട് 9:21 മുതൽ 10:51 വരെയുള്ള നല്ല സമയം. ഉച്ചയ്ക്ക് 11:21 മുതൽ അഭിജിത്ത് മുഹൂർത്ത സമയമാണ് വരുന്നത്. 11:21 മുതൽ 1:51 വരെ നല്ല സമയം. പിന്നീട് 3:21 മുതൽ 5:21 വരെയുള്ള നല്ല സമയം. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ ചെയ്യുക. ഇനി സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ. തീയതി 4ആണ്. ഏതൊരു മാസത്തെയും 4, 13, 21, 31 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ ഒരു ദിവസമായിരിക്കും വെള്ളിയാഴ്ച ദിവസം. അപ്പോൾ നിറങ്ങളെ ആശ്രയിക്കുക. മഞ്ഞ, നീല, ഇളനീല എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ഉത്കൃഷ്ടമായ ഉത്തമമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അങ്ങനെ നിറങ്ങളെ ആശ്രയിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ DMT എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്കൃഷ്ടമായ ഉത്തമമായ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. ഇനി എൻ്റേതായിട്ടുള്ളൊരു റിക്വസ്റ്റാണ്. റിക്വസ്റ്റ് ഞാൻ പറയട്ടെ. ഇപ്പോൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു വന്നു. ഇനി എൻ്റെ കാര്യം കൂടി ഒന്ന് പറയുകയാണ്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, എല്ലാ പ്രോത്സാഹനങ്ങളും നൽകുക. എൻ്റെ വീഡിയോ ഒക്കെ മുടങ്ങാതെ കണ്ട് സഹകരിക്കുക. ഇത് ഒരു വലിയ ഒരു വരുമാന മാർഗ്ഗമൊന്നുമല്ല. ഞാനങ്ങനെ ചെയ്യുന്നു. ഇതിൽ നിന്നൊന്നും വലിയൊരു വരുമാനമൊന്നും കിട്ടത്തില്ല. ഒക്കെ കിട്ടുന്നവരുണ്ട്, എനിക്കില്ലെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. കാരണം ഞാൻ ഈ ചെറിയൊരു വീഡിയോ ചെയ്യുന്നു, ഇങ്ങനെ ഒരു കണ്ടൻറ്റുമായിട്ട് ചെയ്യുമ്പം ഇതിൽ നിന്നൊന്നും കിട്ടത്തില്ല. കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ഏതൊരു കണ്ടൻറ്റാണ് നാളെ കോടീശ്വരനാകുന്ന. അപ്പം ഞാൻ സത്യസന്ധമായിട്ട് പറയുക, കോടീശ്വരനാകുന്ന പറഞ്ഞാൽ അതിനൊരു വിലയില്ല. ഏതെങ്കിലും വളച്ചു കിട്ടിയ വിധത്തിൽ പറഞ്ഞാലേ അതിന് വ്യൂവേഴ്സ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ധനം നോക്കിയൊന്നുമല്ല ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി അവർക്കൊരു ജ്യോതിഷപരമായിട്ടുള്ളൊരു അറിവ് പറഞ്ഞു കൊടുക്കുക. അവരുടെ ജീവിതത്തിലൊരു നന്മയുണ്ടാകട്ടെ. ഒരുപാട് പേരുടെ ജീവിതം ക്രമീകരിക്കപ്പെടാതെ ഒരു ബാലൻസ് ഇല്ലാതെ പോകുന്നു. അവരൊക്കെ നാശത്തിലേക്ക് പോകുന്നു. അങ്ങനെയുള്ളവരാണ് ഒരു ജ്യോത്സ്യനെ കാണാൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുന്നത് കേട്ട് കുറേ പേരുടെ ജീവിതത്തിലെങ്കിലും മാറ്റം ഉണ്ടാകുമല്ലോ. 10 പേരുടെയെങ്കിലും ജീവിതത്തിൽ മാറ്റം ഉണ്ടായാൽ അത്രയും സന്തോഷം. 10 കുടുംബം ഞാനാൽ രക്ഷപ്പെട്ടു. അതാണ് എൻ്റെ വലിയ സന്തോഷം. ഓക്കെ, ഇനി നമുക്ക് ധനം വന്നു ചേരുന്ന നാളുകാരെക്കുറിച്ച് ചിന്തിക്കാം. അതായത് വെള്ളിയാഴ്ച ദിവസം തിരുവാതിര നക്ഷത്രമാണല്ലോ. തിരുവാതിര നക്ഷത്രത്തിൻ്റെ പൊരുത്തം കൊണ്ട് മകയിരം, ആയില്യം, ഉത്രം, ചോതി, കേട്ട, ഉത്രാടം, ചതയം, രേവതി,
കാർത്തിക, തിരുവാതിര ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. മകയിരം, ആയില്യം, ഉത്രം, ചോതി, കേട്ട, ഉത്രാടം, ചതയം, രേവതി, കാർത്തിക, തിരുവാതിര ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇറങ്ങിത്തിരിക്കുക. അല്ലെങ്കിൽ ധനം മേടിച്ചാൽ, ഒരാളോട് മേടിച്ചാൽ പോലും കൃത്യമായിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കയ്യിൽ കിട്ടുന്ന പണം ഉപകരിക്കപ്പെടും, അനാവശ്യമായിട്ട് ചെലവഴിച്ച് പോകത്തില്ല. അങ്ങനെ ധനപരമായ വിഷയത്തിൽ വിജയിക്കും ഈ നാളുകാർ. അത് തിരുവാതിര നക്ഷത്രവുമായിട്ടുള്ള ധനപ്പൊരുത്തം കൊണ്ടാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ലോട്ടറി ഭാഗ്യം കന്നിക്കൂറുകാർക്ക് ലോട്ടറി ഭാഗ്യമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അവരുടെ 2ാം ഭാവത്തിൻ്റെ അധിപനായ ശുക്രൻ ഉച്ചനായിട്ട് മീനൻ രാശിയിൽ നിൽക്കുന്നു. അപ്പം കുടുംബത്തിൽ ധനം വന്നു ചേരാനൊരു സാധ്യത, അതാണ് എൻ്റെ കാര്യം. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. കുംഭക്കൂറുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടൻ 2 പാദം, ചതയം, പൂട്ടാതി 3/4 നാളുകാർക്ക് പ്രതീക്ഷിക്കാം. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക 3/4, രോഹിണി, മകരം 2 പാദം നാളുകാർക്ക് പ്രതീക്ഷിക്കാം. പിന്നെ മകരക്കൂറുകാർക്ക് ഉത്രാടം 3/4, തിരുവോണം, അവിട്ടൻ 2 പാദം നാളുകാർക്ക് പ്രതീക്ഷിക്കാം. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാർക്ക് പ്രതീക്ഷിക്കാം. മകരക്കൂറുകാരെയൊക്കെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ട് വലിയ നേട്ടവും പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത്. എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.